പാലക്കാട്ട് UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടി വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം പുറത്തേക്ക് വരികയാണ്. പോളിംഗ് സ്റ്റേഷൻ പുറത്തേക്ക്. അദ്ദേഹം മത്സരിക്കുന്ന പാലക്കാട്ടാണെങ്കിലും അദ്ദേഹത്തിന്റെ സ്വദേശത്ത് തൃപ്പൂണിത്തുറയിലാണ് അദ്ദേഹത്തിന് വോട്ട്. കെ ബാബുവിനൊപ്പം, അവിടുത്തെ നിലവിലെ MLA കെ ബാബുവിനൊപ്പം വോട്ട് രേഖപ്പെടുത്താനായി ഏറെ നേരമായി കാത്തു നിൽക്കുകയായിരുന്നു. അതിനുശേഷം വോട്ട് രേഖപ്പെടുത്തി പുറത്തേക്ക് വരും. ചില സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു വലിയ പ്രതിസന്ധിയുണ്ട്. വോട്ടൊരിടത്തായിരിക്കും, പ്രവർത്തിക്കേണ്ടത് മറ്റൊരിടത്തായിരിക്കും. അപ്പോൾ ഓടിയെത്തണം. പാലക്കാടേക്ക് പെട്ടെന്ന് എത്തേണ്ടതുണ്ട് രമേശ് പിഷാരടിക്ക്. 2.5 മണിക്കൂർ എന്തായാലും എടുക്കും വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം അദ്ദേഹത്തിലേക്ക് എത്താൻ. തൃത്താല മണ്ഡലം UDF സ്ഥാനാർത്ഥി VT ബൽറാം വോട്ട് രേഖപ്പെടുത്തി. അങ്ങനെ വിവിധയിടങ്ങളിൽ അപ്ഡേറ്റ് വരികയാണ്. അമൽ തേനംപറമ്പിൽ, തിരുവനന്തപുരം. അമൽ ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? തിരുവനന്തപുരത്തെ പൊതുചിത്രം എങ്ങനെയാണ്? ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ എല്ലായിടത്തും വലിയ ക്യൂ എന്നതാണോ രാവിലത്തെ സ്ഥിതി? വോട്ടിംഗ് യന്ത്രങ്ങൾ ചിലയിടങ്ങളിൽ പണിമുടക്കിയിട്ടുമുണ്ടല്ലോ. തിരുവനന്തപുരത്താണെങ്കിൽ രാവിലെ ഒരു 5:30 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ മഴയൊന്ന് ചെറുതായിട്ട് പൊടിഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോൾ എന്തായാലും ആ ദൃശ്യങ്ങൾ സാമാന്യം മെച്ചപ്പെട്ട ജനക്കൂട്ടത്തെ കാണാൻ കഴിയുന്നുണ്ട്. 1 മണിക്കൂറായിട്ടില്ല, 7:53 ആയിട്ടുള്ളൂ. 7:53 ആകുമ്പോഴേക്ക് വലിയ ക്രൗഡ് പലയിടത്തും രൂപപ്പെട്ട് കഴിഞ്ഞു. വോട്ടർമാരുടെ നീണ്ട നിരയാണ്. വോട്ടർമാർ ക്യൂ നിന്ന് അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുകയാണ്. പ്രമുഖരായ വ്യക്തികളൊക്കെ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഏറെ നേരമായി മന്ത്രി KN ബാലഗോപാൽ ക്യൂവിൽ നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ചിലയിടങ്ങളിലൊക്കെ ഈ വോട്ടിംഗ് യന്ത്രം തകരാറായിട്ടുണ്ട്. വിവിധ സ്ഥാനാർത്ഥികൾ അമലിന്റെ ശബ്ദം ശരിയായിരുന്നു. അമൽ കേൾക്കുന്നില്ലായിരുന്നു. എവിടെ ഇപ്പോഴത്തെ സാഹചര്യം എങ്ങനെ പൊതുവിൽ തിരുവനന്തപുരത്ത്? തിരുവനന്തപുരത്ത് രാവിലെ ചെറിയ മഴയൊക്കെ പൊടിഞ്ഞിരുന്നു. അപ്പോൾ അതൊന്ന് ആശങ്കപ്പെട്ടു, ഇനിയിപ്പോൾ മഴ ഒരു പ്രശ്നക്കാരനാകുമോ. ശോഭാ സുരേന്ദ്രൻ വോട്ട് രേഖപ്പെടുത്താനായി മണലിത്ര ജനകീയ വിദ്യാലയം ബൂത്തിലേക്ക് എത്തുന്നു എന്നാണ് അനൂപ് ദാസ് നൽകുന്ന ഒരു പുതിയ അപ്ഡേറ്റ്. ചടയമംഗലത്തെ UDF സ്ഥാനാർത്ഥി MM നസീർ വോട്ട് രേഖപ്പെടുത്തി. അങ്ങനെ എല്ലാ സ്ഥാനാർത്ഥികളും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തുന്നു. കാരണം എല്ലാ ബൂത്തുകളിലേക്കും വേഗത്തിൽ എത്തണമല്ലോ. ഇടുക്കിയിലെ UDF സ്ഥാനാർത്ഥി റോയ് കെ പൗലോസ് വോട്ട് രേഖപ്പെടുത്തി. നെടുമങ്ങാട് നിയോജകമണ്ഡലത്തെ തിരുവള്ളൂർ 9-ാം നമ്പർ ബൂത്തിലെ മിഷൻ തകരാർ പരിഹരിച്ചു എന്ന പുതിയ വിവരം മുഖ്യമന്ത്രി അല്പസമയത്തിനകം വോട്ട് ചെയ്യാൻ. ഇപ്പോൾ ജോസ് കെ മാണിയുടെ പ്രതികരണമുണ്ട്. ജോസ് കെ മാണിയുടെ പ്രതികരണം പ്രധാനപ്പെട്ടതാണ്. ജോസ് കെ മാണിയുടെ പ്രതികരണം. ദിവസം ഏപ്രിൽ 9-ാം തീയതി 5 പതിറ്റാണ്ടുകൾ പാലായിൽ മന്ത്രി വീണ ജോർജ് വോട്ട് ചെയ്യുന്നതിനായി എത്തിയിട്ടുണ്ട്. ആനപ്പാറ GLPS ആറന്മുള LDF സ്ഥാനാർത്ഥി വീണ ജോർജ് വോട്ട് രേഖപ്പെടുത്താനായി എത്തിയിട്ടുണ്ട്. വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സ്ഥാനാർത്ഥികളുടെയും പ്രധാനപ്പെട്ട നേതാക്കളുടെയും പ്രതികരണങ്ങൾ വരികയാണ്. പ്രതികരണത്തിലേക്ക് നമുക്ക് തിരികെ. അല്ലെങ്കിൽ ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രാധാന്യമുള്ള ദിവസങ്ങളിൽ ഒന്നാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. എല്ലാവരും അതേ ഉത്തരവാദിത്തത്തോട് കണ്ട് പോളിംഗ് ബൂത്തുകളിൽ എത്തുക, വോട്ടുകൾ ചെയ്യുക എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. എല്ലാ ബൂത്തിലും രാവിലെ തൊട്ട് നല്ല തിരക്കാണ്. അതെ, എന്താണ് ഒരു ട്രെൻഡ്? കാറ്റ് എങ്ങോട്ടാണ് വീശുന്നത്? കാറ്റ് നല്ല കാറ്റ്, UDF അനുകൂല കാറ്റാണ് വീശിക്കൊണ്ടിരിക്കുന്നത്. വളരെ സന്തോഷമുള്ള കാര്യമാണ്. എല്ലായിടത്തും ഞാനിപ്പം കഴിഞ്ഞ കുറച്ച് ദിവസം പാലക്കാട് തന്നെ ആയിരുന്നല്ലോ കൂടുതലും ഉണ്ടായിരുന്നത്. രാവിലെ ഒരു 4 മണി മുതൽ ഇവിടുന്ന് ബാബുച്ചേട്ടൻ്റെ ഷാളും അനുഗ്രഹവും മേടിച്ച് പോയി അവിടെ ചെന്ന് കയറി അന്ന് മുതൽ ഇന്ന് വരെ രാവിലെ ഒരു 4 മണി മുതൽ മാർക്കറ്റിൽ പോകുന്ന മുതൽ രാത്രി 1 മണി വരെ എന്നാൽ കഴിയുന്ന രീതിയിലെല്ലാം ഞാൻ ജനങ്ങളെ കാണുകയും അഡ്രസ്സ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഞാനിവിടുന്ന് പോകുമ്പോൾ പറഞ്ഞ വാക്ക്, ഒരു ഫെയർ പൊളിറ്റിക്സ് എന്നൊരു വാക്ക് ഞാൻ ഉപയോഗിച്ചു. ഞാൻ ഇത്രയും ദിവസം എൻ്റെ മറുപക്ഷത്തുള്ള ഒരു സ്ഥാനാർത്ഥികളുടെയും പേര് പറയുകയോ വ്യക്തിപരമായി ആരെങ്കിലും പരാമർശങ്ങൾ കൊണ്ടോ നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ അറ്റാക്ക് ചെയ്യുകയോ ഒന്നും ചെയ്യാതെ ജനങ്ങളുമായിട്ടാണ് നമ്മൾ സംവേദിക്കേണ്ടത് എന്ന ഉത്തമ ബോധ്യത്തോടു കൂടി പരമാവധി ജനങ്ങളെ കണ്ടു. പാലക്കാട് നിയോജക മണ്ഡലത്തിലെ എന്നെ കൊണ്ട് കഴിയാവുന്നത്രയും ആളുകളെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഗുണം വരും. പാലക്കാട് വലിയ വിവാദങ്ങളൊക്കെയാണ്. ഞാൻ ചെന്ന ദിവസം മുതൽ ആദ്യം ദുർബലനായ സ്ഥാനാർത്ഥി എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പിന്നെ രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞു. ശരിക്കും ഈ വോട്ട് ചെയ്യാൻ ഈ ക്യൂവിൽ നിൽക്കുന്ന എല്ലാ ജനങ്ങളും രാഷ്ട്രീയക്കാരാണ്. ജനാധിപത്യത്തിൽ രാഷ്ട്രീയക്കാരൻ എന്ന് പറയുന്നൊരു സ്ഥലമൊന്നുമില്ല. വോട്ട് ചെയ്യാൻ അവകാശമുള്ള വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം സംസാരിക്കുകയാണ്.